Hello my dear friends, welcome to my channel. This is Vincy Joshi. നമുക്കിന്ന് ട്രൈജിമിനൽ ന്യൂറാൾജിയെ കുറിച്ച് പഠിക്കാം. ട്രൈജിമിനൽ ന്യൂറാൾജിയ എന്തെന്നും അതിന്റെ സിംറ്റംസ്, ടൈപ്സ്, മാനേജ്മെന്റ്, നഴ്സിംഗ് ഇന്റർവെൻഷനിലൂടെയൊക്കെ നമുക്ക് കടന്നു പോകാം. ഓക്കെ, ട്രൈജിമിനൽ നെർവ് എന്ന് പറഞ്ഞാല് നമ്മുടെ അഞ്ചാമത്തെ ക്രേനിയൽ നെർവാണ്. ഇതാണ് ലാർജസ്റ്റ് ക്രേനിയൽ നെർവ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ട്രൈജിമിനൽ എന്ന് പറയുമ്പോൾ തന്നെ ത്രീ നെർവ്സ് ഉണ്ട്. അതിന് ട്രൈജിമിനൽ നെർവിന് ഒഫ്താൽമിക്, മാൻഡിബുലർ, മാക്സിലറി, ഇങ്ങനെ 3 നെർവുകളുണ്ട് ട്രൈജിമിനൽ നെർവിന്. ട്രൈജിമിനൽ ന്യൂറാൾജിയ എന്ന് പറയുമ്പോൾ തന്നെ പെയിൻ ആണ് അവിടെ എക്സ്പ്രസ് ചെയ്യുന്നത്. അപ്പോൾ ട്രൈജിമിനൽ ന്യൂറാൾജിയ എന്ന് പറഞ്ഞാൽ എന്താണ്? സെൻസറി ഡിസോർഡർ ഓഫ് ദ ട്രൈജിമിനൽ നെർവാണ്. അതായത് സെൻസറി ഫങ്ഷൻസ് എന്തൊക്കെയാണ് ട്രൈജിമിനൽ നെർവിന്റെ? പെയിൻ, ടെമ്പറേച്ചർ, ദെൻ ടച്ച്, ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ് ട്രൈജിമിനൽ നെർവിന്റെ ഫങ്ഷൻ. ഇത് കൂടാണ്ട് മാസ്റ്റിക്കേഷൻ, അതായത് ചവച്ചരയ്ക്കുന്ന പ്രക്രിയയിൽ നമ്മുടെ ക്രേനിയൽ നെർവായ ട്രൈജിമിനൽ നെർവിന്റെ ഫംഗ്ഷൻ ആണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പോൾ ട്രൈജിമിനൽ ന്യൂറാൾജിയ എന്ന് പറഞ്ഞാൽ നമ്മുടെ പേഷ്യന്റിന് എക്സസീവ് പെയിനിങ് ആയിരിക്കും ഈ സമയങ്ങളിലെല്ലാം വരുന്നത്. ഈവൻ മാസ്റ്റിക്കേഷൻ, ചവച്ചരയ്ക്കുമ്പോൾ, പേഷ്യന്റ് ചിരിക്കുമ്പോൾ, ഈവൻ ടച്ച് ചെയ്യുമ്പോൾ, ദെൻ ഷേവ് ചെയ്യുമ്പോഴൊക്കെ പേഷ്യന്റിന് സിവിയർ പെയിൻ ആയിരിക്കും. ഇതാണ് ഇതിന്റെ മെയിൻ ആയിട്ട് സിംറ്റം എന്ന് പറയുന്നത്. അതായത് അൺകൺട്രോളബിൾ സിവിയർ പെയിൻ ആണ് പേഷ്യന്റ് ട്രൈജിമിനൽ ന്യൂറാൾജിയ പേഷ്യന്റിന് വരുന്നത്. ഓക്കെ ആണല്ലോ? ദെൻ ട്രൈജിമിനൽ ന്യൂറാൾജിയ എന്ന് പറഞ്ഞാൽ 2 തരത്തിലുണ്ട്. ടിപ്പിക്കലും ഉണ്ട്, എടിപ്പിക്കലും ഉണ്ട്. സാധാരണ പേഷ്യന്റിന് കാണിക്കുന്നത് ടിപ്പിക്കൽ ട്രൈജിമിനൽ ന്യൂറാൾജിയാണ്. അതായത് പേഷ്യന്റിന് സിവിയർ പെയിൻ വരും, അതൊരു ലാസ്റ്റ് ഫോർ ഫ്യൂ സെക്കൻഡ് അല്ലെങ്കിൽ മിനിറ്റ് ലാസ്റ്റ് ചെയ്യുന്നു. അതിങ്ങനെ റിപ്പീറ്റ് ആയിട്ട് മിനിറ്റുകൾ ഇടവിട്ട് അല്ലെങ്കിൽ മണിക്കൂറിൽ പലവട്ടം ഉണ്ടാകുന്നു. സിവിയർ പെയിൻ ആയിരിക്കും. പക്ഷേ എടിപ്പിക്കൽ ട്രൈജിമിനൽ ന്യൂറാൾജിയ എന്ന് പറഞ്ഞാൽ ഇതൊരു കോൺസ്റ്റന്റ് പെയിൻ ആയിരിക്കും. അത് കുറെ നേരം നിൽക്കുകയും ചെയ്യുന്നു. സാധാരണ പേഷ്യന്റിന് ടിപ്പിക്കൽ ട്രൈജിമിനൽ ന്യൂറാൾജിയാണ് ഉണ്ടാകുന്നത്. പിന്നെ ഇതിന്റെ കോസ് എന്ന് പറഞ്ഞാൽ, ഫസ്റ്റ് ഓഫ് ഓൾ പറഞ്ഞാൽ ഇതിന്റെ കോസ് അൺനോൺ ആണ്. പക്ഷേ ഇത് കൂടാണ്ട്, അതായത് നമ്മുടെ ബ്ലഡ് വെസൽസും ഈ ട്രൈജിമിനൽ നെർവും കൂടെ കംപ്രസ് ചെയ്യുമ്പോഴുണ്ടാകുന്ന ആ കംപ്രഷൻ കൊണ്ടാണ് ഈ പെയിൻ ഉണ്ടാകുന്നത്. അതാണ് ഒരു റീസൺ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഈ നെർവിന്റെ അതിന്റെ ഒരു പ്രൊട്ടക്റ്റീവ് കവറിംഗ് ഉണ്ട്, മൈലിൻ ഷീറ്റ് പോലെ ഒരു പ്രൊട്ടക്റ്റീവ് കവറിംഗ് ഉണ്ട്. ആ പ്രൊട്ടക്റ്റീവ് കവറിംഗ് ബ്ലഡ് വെസൽസുമായിട്ട് ഈ നെർവിന്റെ കവറിങ് ഇങ്ങനെ വരുമ്പോൾ കംപ്രസ് ചെയ്ത് നെർവിന് ഡാമേജ് ഉണ്ടാകുന്നു. അങ്ങനെയാണ് ഈ പെയിൻ ഉണ്ടാകുന്നത്. ഇതാണ് റീസൺ. പിന്നെ നമ്മൾ ഡയഗ്നോസിസ് എന്ന് പറയുന്നത് പേഷ്യന്റ് സിംറ്റംസ് വെച്ചാണ് നമ്മളിത് ഡയഗ്നോസ് ചെയ്യുന്നത്. പേഷ്യന്റിന്റെ പെയിനിന്റെ സിവിയറിറ്റിയെ കുറിച്ച്. സിവിയർ പെയിൻ ആണ് പേഷ്യന്റിന് വരുന്നത്. ഇത് മെയിൻ ആയിട്ട് യൂണിലാറ്ററൽ പെയിൻ ആണ്. അതായത് ഒരു ഫേസിന്റെ ഒരു സൈഡിലാണ് വരുന്നത്, 2 സൈഡിലും ഒന്നിച്ച് വരാറില്ല. യൂണിലാറ്ററൽ പെയിൻ ആണ്. ഇങ്ങനെ സിംറ്റംസ് വെച്ചാണ് നമ്മൾ ഡയഗ്നോസ് ചെയ്യുന്നത്. അതുകൂടാണ്ട് നമ്മൾ കൺഫൈൻ ചെയ്യാൻ വേണ്ടി CT അല്ലെങ്കിൽ MRI ടെസ്റ്റ് ഒക്കെ ചെയ്യുന്നു. ക്ലിയർ ആണല്ലോ? ഇനി ഇതിന്റെ വേറൊരു കാര്യം പറയാനുള്ളത് മാനേജ്മെന്റ് ആണ്. മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ സർജിക്കൽ മാനേജ്മെന്റും മെഡിക്കൽ മാനേജ്മെന്റ്. സർജിക്കൽ മാനേജ്മെന്റ് സർജറിയുടെ പേരാണ് മൈക്രോ വാസ്കുലർ ഡീകംപ്രഷൻ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞു, ഇതിന്റെ റീസണിന്റെ അകത്ത് ബ്ലഡ് വെസൽസും നെർവും കൂടെ കംപ്രസ് ആകുന്നു. ഈ കംപ്രഷൻ മാറ്റുന്ന സർജറിയാണ് മൈക്രോ വാസ്കുലർ ഡീകംപ്രഷൻ. ഓക്കെ, ദെൻ റൈനോട്ടമി, അടുത്ത ഒരു സർജിക്കൽ പ്രൊസീജിയർ ആണ് റൈനോട്ടമി. മെഡിക്കൽ മാനേജ്മെന്റിലേക്ക് പോയാൽ നമ്മൾ കൊടുക്കുന്ന മെഡിസിൻ ആന്റി കൺവൾസന്റ് അല്ലെങ്കിൽ ആന്റി സീഷർ മെഡിസിൻ ആണ്. ഇത് ഡ്രഗ് ഓഫ് ചോയ്സ്. ഇതിന്റെ ഡ്രഗ് ഓഫ് ചോയ്സ് എന്ന് പറഞ്ഞാൽ കാർബാമസിപ്പിൻ ആണ് കൊടുക്കുന്ന മെഡിസിൻ ആണ്. ഇതൊരു ആന്റി കൺവൾസീവ് മെഡിക്കേഷൻ ആണ്. ഇത് കൂടാണ്ട് നമ്മൾ എന്തൊക്കെ കൊടുക്കും? മസിൽ റിലാക്സന്റ് കൊടുക്കും, ആന്റി ഡിപ്രസന്റ് മെഡിക്കായ അമിട്രീന്. മസിൽ റിലാക്സിന് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബൈക്ലോഫെൻ. ഇങ്ങനെയുള്ള മെഡിസിൻസ് ഒക്കെയാണ് നമ്മൾ കൊടുക്കുന്നത്.
ഇതിന്റെ ട്രിഗറിംഗ് ഫാക്ടേഴ്സ്, അതായത് നമുക്ക് ഓൾറെഡി പേഷ്യന്റ് ഡയഗ്നോസ് വിത്ത് ട്രൈജിമിനൽ ന്യൂറാൾജിയാണ്. ട്രിഗറിംഗ് ഫാക്ടേഴ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പേഷ്യന്റ് എക്സസീവ് കോൾഡ് ആൻഡ് ഹോട്ട് ഡ്രിങ്ക്സ് കഴിച്ചാൽ പെയിൻ സിവിയർ ആവും, പിന്നെ എക്സ്പോസ് ടു വിൻഡ് അങ്ങനെയുള്ള കാര്യങ്ങൾ, പിന്നെ ചൂ ചെയ്യുന്നത്, നമ്മൾ എന്തെങ്കിലും ഹാർഡ് തിങ്സ് ചൂ ചെയ്താൽ ഇതൊക്കെ പേഷ്യന്റ് സിവിയറിറ്റി ഓഫ് ദ പെയിൻ കൂട്ടുകയാണ് ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ. ദെൻ മാനേജ്മെന്റ് നമ്മളിപ്പം ഓൾറെഡി പറഞ്ഞ ട്രിഗറിംഗ് ഫാക്ടേഴ്സിൽ പറഞ്ഞതുപോലെ തന്നെ നഴ്സിംഗ് മാനേജ്മെന്റ് വരുമ്പോൾ നമ്മൾ ഈ ട്രിഗറിംഗ് ഫാക്ടേഴ്സ് എല്ലാം അവോയ്ഡ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് നമ്മൾക്ക് പറയാനുള്ളത് അവോയ്ഡ് ഹോട്ട് ആൻഡ് കോൾഡ് ഡ്രിങ്ക്സ്, അതായത് എക്സ്ട്രീം ഹോട്ട് അല്ലെങ്കിൽ കോൾഡ് ഡ്രിങ്ക്സ് പേഷ്യന്റ് കഴിക്കുന്നതോ കുടിക്കുന്നതോ ഒക്കെ അവോയ്ഡ് ചെയ്യുക. റൂം ടെമ്പറേച്ചറിൽ ഉള്ള ഫുഡ് ഐറ്റംസ് ആണ് നമ്മൾ പേഷ്യന്റിന് സപ്ലൈ ചെയ്യേണ്ടത്. ഇനി നമ്മൾ പറയേണ്ടത് ചൂ ചെയ്യുമ്പോൾ പേഷ്യന്റിന് യൂണിലാറ്ററൽ പെയിൻ ആണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. അപ്പോൾ ചൂ ചെയ്യുമ്പോൾ ഓപ്പോസിറ്റ് സൈഡിൽ, അതായത് അൺഅഫക്റ്റഡ് സൈഡിൽ വെച്ച് നമ്മൾ പേഷ്യന്റിനോട് ഫുഡ് കഴിക്കാൻ പറയണം. സോളിഡ് ഫുഡ് അവോയ്ഡ് ചെയ്തിട്ട് സോഫ്റ്റ് ആയിട്ടുള്ള ഫ്രീക്വന്റ് ഫുഡ് കൊടുക്കണം. അതായത് സോഫ്റ്റ് ഫുഡും ഡ്രിങ്ക്സും ലിക്വിഡ്സ് രൂപത്തിലൊക്കെ കൊടുക്കുകയാണെങ്കിൽ പേഷ്യന്റിന് മാസ്റ്റിക്കേഷന്റെ ബുദ്ധിമുട്ട് കുറച്ച് നമുക്ക് ഈസി ആയിട്ട് ചൂ ചെയ്യാൻ പറ്റും. ദെൻ നമ്മൾ ആസ് യൂഷ്വൽ പറയുന്ന പോലെ പ്രൊവൈഡ് മെഡിക്കേഷൻസ്, കംഫോർട്ട് പൊസിഷൻ, വൈറ്റൽ സൈൻസ് ചെക്ക് ചെയ്യുക, അങ്ങനെയുള്ള മാനേജ്മെന്റ് ഒക്കെ ഓക്കെ. ഇനി നമുക്ക് 2 ക്വസ്റ്റ്യനിൽ കൂടെ പോകാം. When collecting data from a client with trigeminal neuralgia, the nurse would expect the client to report which of the following? First one, numbness and paralysis on one side of the face, decreased pain after gentle massage. Third one, sharp knife-like pain after brushing his teeth. Fourth one, decreased pain after drinking cold beverage. നമുക്ക് ഡയറക്റ്റ് ഇതിന്റെ റാഷണലിലേക്ക് പോകാം. ദ ആൻസർ എന്ന് പറഞ്ഞാൽ തേർഡ് വൺ ആണ്, അതായത് ഷാർപ്പ് നൈഫ് ലൈക്ക് പെയിൻ ആഫ്റ്റർ ബ്രഷിംഗ് ഹിസ് ടീത്ത്. ഇതാണ് ഇതിന്റെ ആൻസർ. റാഷണൽ എന്താണെന്ന് ചോദിച്ചാൽ ട്രൈജിമിനൽ ന്യൂറാൾജിയ ഉള്ള പേഷ്യന്റിന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന സൈൻസ് ആൻഡ് സിംറ്റംസ് എന്താണെന്നാണ് ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. എക്സ്പെക്ട് ചെയ്യുന്നു, നമുക്കറിയാം ട്രൈജിമിനൽ ന്യൂറാൾജിയ ഉള്ള പേഷ്യന്റിന് ഈ ലക്ഷണങ്ങളെല്ലാം കാണിക്കും. അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പൊ ഫസ്റ്റ് വൺ നംനെസ് ആൻഡ് പാരലൈസിസ് ഓൺ ദ ഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു എക്സ്പെക്ടഡ് ഫൈൻഡിങ് അല്ല, നമ്മൾ പഠിച്ചെടുത്ത് ഒരിടത്തുമില്ല പാരലൈസിസ്. സോ നമുക്കത് അവോയ്ഡ് ചെയ്യാം. സെക്കൻഡ് വൺ ഡിക്രീസ്ഡ് പെയിൻ ആഫ്റ്റർ ജെന്റിൽ മസാജ്, അതും ഇല്ല. നമ്മൾ ഈവൻ ടച്ച് ചെയ്യുമ്പോൾ സിവിയറിറ്റി ഓഫ് പെയിൻ കൂടുകയാണെന്ന് പറഞ്ഞത്, അതും റോങ് ആൻസർ ആണ്. ഫോർത്ത് വൺ ഡിക്രീസ്ഡ് പെയിൻ ആഫ്റ്റർ ഡ്രിങ്കിങ് കോൾഡ് ബിവറേജ്, അതും ആൻസർ റോങ് ആണ്. കാരണം അവോയ്ഡ് കോൾഡ് ആൻഡ് ഹോട്ട് ബിവറേജസ് എന്നാണ് നമ്മൾ പറഞ്ഞേക്കുന്നത്. കോൾഡും ഹോട്ടും കഴിക്കുമ്പോൾ പേഷ്യന്റിന്റെ സിവിയറിറ്റി കൂടും. സോ ദ റൈറ്റ് ആൻസർ ഈസ് ദാറ്റ് ഷാർപ്പ് നൈഫ് ലൈക്ക് പെയിൻ ആഫ്റ്റർ ബ്രഷിംഗ് ഹിസ് ടീത്ത്. ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് ഒരു ക്വസ്റ്റ്യനിലും കൂടെ നോക്കാം. A nurse is preparing to care for a client with trigeminal neuralgia, develops a plan of care for the client. Which of the following is the primary nursing diagnosis related to psychosocial dysfunction? First one, self-care deficit, oral hygiene related to facial discomfort. Second one, anxiety related to sexual dysfunction. Third one, disturbed thought process related to memory deficit. Fourth one, risk for ineffective coping related to sudden spasm of pain. നമുക്കിതിന്റെ റാഷണലിലേക്ക് പോകാം. ഈ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് ട്രൈജിമിനൽ ന്യൂറാൾജിയ ഉള്ള പേഷ്യന്റിന്റെ പ്രൈമറി നഴ്സിംഗ് ഡയഗ്നോസിസ് റിലേറ്റഡ് ടു സൈക്കോ സോഷ്യൽ ഡിസ്ഫങ്ഷൻ ആണ്. പേഷ്യന്റിന്റെ സൈക്കോ സോഷ്യൽ ഡിസ്ഫങ്ഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു നഴ്സിംഗ് ഡയഗ്നോസ് ആണ് ചോദിച്ചേക്കുന്നത്. ഇതിന്റെ ആൻസർ എന്ന് പറഞ്ഞാൽ ഫോർത്ത് വൺ ആണ്, റിസ്ക് ഫോർ ഇൻഎഫക്റ്റീവ് കോപ്പിംഗ് റിലേറ്റഡ് ടു സഡൻ സ്പാസം ഓഫ് പെയിൻ. ഇതാണ് ഇതിന്റെ ആൻസർ. ഫസ്റ്റ് വൺ, സെൽഫ് കെയർ ഡെഫിസിറ്റ്, ഓറൽ ഹൈജീൻ റിലേറ്റഡ് ടു ഫേഷ്യൽ ഡിസ്കംഫോർട്ട്. ഇത് നമ്മൾ കേൾക്കുമ്പോൾ നമുക്കിത് ആൻസർ ആയിട്ട് തോന്നും. ബട്ട് ഇതിന്റെ റാഷണൽ എന്ന് പറഞ്ഞാൽ ഇതൊരു സൈക്കോ സോഷ്യൽ പ്രോബ്ലം അല്ല, ഇതൊരു ഫിസിക്കൽ പ്രോബ്ലം ആണ്. അതുകൊണ്ടാണ്.
സെക്കൻഡ് വൺ ആങ്സൈറ്റി റിലേറ്റഡ് ടു സെക്ഷൽ ഡിസ്ഫങ്ഷൻ. അതിനെക്കുറിച്ച് നമ്മളൊന്നും മെൻഷൻ ചെയ്തിട്ടില്ല, സെക്ഷൽ ആയിട്ടുള്ള ഒരു പ്രോബ്ലം ഒന്നും. ഫോർത്ത് വൺ ഡിസ്റ്റർബ് ത്രോട്ട് പ്രോസസ് റിലേറ്റഡ് ടു മെമ്മറി ഡെഫിസിറ്റ്. ട്രൈജിമിനൽ ന്യൂറാൾജിയ ഉള്ള ഒരു പേഷ്യന്റിന് മെമ്മറി ഡെഫിസിറ്റ് നമ്മൾ മെൻഷൻ ചെയ്യുന്നില്ല. അതുകൊണ്ട് ഇതിന്റെ ആൻസർ ഫോർത്ത് വൺ ആണ്. റിസ്ക് ഫോർ ഇൻഎഫക്റ്റീവ് കോപ്പിംഗ് റിലേറ്റഡ് ടു സഡൻ സ്പാസം ഓഫ് പെയിൻ. ക്ലിയർ ആണല്ലോ? ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.